എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2026 നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലേ. 2025 എന്ന് പറയുന്ന വർഷം ഒരുപാട് പ്രത്യേകതയുള്ള വർഷമായിരുന്നു. ഒരുപാട് നോട്ടിഫിക്കേഷനൊക്കെ വന്ന വർഷമാണ്. അതിൻ്റെയൊക്കെ ഓരോ പരീക്ഷകൾ നമ്മൾ എഴുതുവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2026 നമ്മൾ വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഏറ്റവും അവസാനത്തോട് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് LDC. സാധാരണക്കാരൻ്റെ IAS എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് LDC എന്ന് പറയുന്ന പരീക്ഷ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. അപ്പോൾ അതിനിടയിൽ 2021 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവില് പ്രിലിംസ് മെയിൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആകെ വട്ടം കറക്കിയായിരുന്നു. നിങ്ങൾ 2026 അവസാനത്തോടെ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നു നോട്ടിഫിക്കേഷനെ 2027 പരീക്ഷ നടക്കാൻ പോവുക. അപ്പൊ അവിടെ നിങ്ങൾ നെഗറ്റീവ് അടിക്കരുത്. അതായത് ഉള്ള ലിസ്റ്റിനകത്ത് നിയമനമില്ലല്ലോ, പിന്നെ നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടെന്നൊക്കെ ചോദിച്ച് അത്തരം കാര്യങ്ങളുടെ പിറകിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം അവിടെ പോകത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് അതിന്റെ പിറകിന് പോകാതെ ഈ 2026 അവസാനത്തോട് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന LDC നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങണമെന്നൊക്കെ ഉള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിലവിലെ റാങ്ക് ലിസ്റ്റിൽ പോലും ഭേദപ്പെട്ട നിയമനങ്ങൾ നടക്കാത്തത് കൊണ്ട് പുതിയ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എങ്ങനെ തയ്യാറെടുക്കണം, ഏത് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിയമനം കിട്ടുമെന്നതുൾപ്പെടെയുള്ള ആശങ്കകളുടെ ഒരു കാലഘട്ടമാണിത്. ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളുടെ പിറകിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയം അവിടെ പോകത്തേ ഉള്ളൂ. നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ആ പരീക്ഷയുടെ റാങ്ക് പട്ടികയിലെ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തുക, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓരോ വർഷങ്ങളിൽ വരുന്ന റാങ്ക് പട്ടികയിലെ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാർ ജോലി എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ഇങ്ങനെയാണ്. 2026 അവസാനത്തോട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 2027 ഒരു പകുതിയോടുകൂടി നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. എന്നിട്ട് 2028 റാങ്ക് പട്ടികയും നിലവിൽ വരും. അപ്പൊ 2026 തുടങ്ങി 2028 വരെ നീണ്ടു നിൽക്കുന്ന ഒരു മല്ല യുദ്ധത്തിനാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് നിയമനങ്ങൾ നടക്കുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ജില്ലാതല പരീക്ഷയാണ്. മാത്രമല്ല പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന 2 ഘട്ടങ്ങളിലായിട്ടുള്ള പരീക്ഷയില്ല, ഒരൊറ്റഘട്ട പരീക്ഷ മാത്രമാണ്, മെയിൻസ് പരീക്ഷ മാത്രമാണ് നടത്തുന്നത്. ഒരു 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷയാണ്. അവിടെ 10 മാർക്കിന്റെ ഈ പറയുന്ന മാത്സ്, അതേപോലെ 10 മാർക്കിന്റെ മലയാളം, 10 മാർക്കിന്റെ ഇംഗ്ലീഷ്, 20 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള 50 മാർക്ക് വരുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള പഠനമാണ് ഇപ്പോൾ നിങ്ങൾ തുടങ്ങേണ്ടത്. അപ്പൊ അവിടെ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് ഇരിക്കുന്ന ആ 50 മാർക്ക് എന്ന് പറയുന്ന ആ ഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങളിലെ സ്ട്രോങ് നോളജിലെ ആ ഒരു ഭാഗത്തു നിന്നുള്ള 80% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ബാക്കിയുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് പഠിച്ചാൽ പോലും ഈ LDC എന്ന് പറയുന്ന പരീക്ഷയിലെ 75 മാർക്കിന് മേൽ നിങ്ങൾക്ക് ഉയർത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതാണ്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ നമ്മുടെ മുമ്പിലേക്ക് വരും. ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്ന് കുറെ അധികം ആളുകൾ ചിന്തിക്കും. ചില ആളുകൾ എക്സാം ഡേറ്റ് വരട്ടെ എന്ന് ചിന്തിക്കും. ചില ആളുകൾ ഹോൾ ടിക്കറ്റ് വരട്ടെ എന്ന് ചിന്തിക്കും. ഇതൊക്കെയാണ് 80% വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു പൊതു പ്രവണത. അപ്പൊ ഇതുകൊണ്ടാണ് അവർ റാങ്ക് പട്ടികയിലെ കൃത്യമായിട്ട് ഇടം പിടിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ചില സമയത്ത് ഉദ്യോഗാർത്ഥികൾ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചു എങ്കിൽ പോലും റാങ്ക് ലിസ്റ്റിന്റെ അവസാന ഭാഗങ്ങളിൽ ഇടം പിടിക്കുമ്പോഴാണ് അവർക്ക് ഭേദപ്പെട്ട രീതിയിൽ പെട്ടെന്ന് നിയമനം കിട്ടാത്തതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ.
നിങ്ങളുടെ മുമ്പിലെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണ് LDC പരീക്ഷ. വലിയ കോമ്പറ്റീഷൻ ആണ്. കാരണം എന്താണ്? ഇത്തവണ പ്രായപരിധി കൂടി ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഗോതയിൽ നിന്ന് മാറി എന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവന്മാർ കൂടി നമ്മുടെ തിരിച്ച് ഈ ഒരു രംഗത്തേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ കോമ്പറ്റീഷൻ ഉയരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ വെച്ചുകൊണ്ട് ഈ കമ്പനി ബോർഡുകളിലേക്ക് പോകുന്ന ആൾക്കാർ പോലും LDC പരീക്ഷയിലേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് മുമ്പോട്ട് പോകേണ്ടത്. പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പഠനം തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോഴേ പഠനം തുടങ്ങുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു കൃത്യമായ ഗൈഡൻസ് വേണം. ഒരു കൃത്യമായ ഗൈഡൻസോടുകൂടി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ നിങ്ങൾ റാങ്ക് ഫയൽ തുറന്നു വെച്ച് വായിച്ചു കഴിഞ്ഞുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് വേണ്ടതാണോ എന്നുള്ളതാണ് പ്രശ്നം. ഈ വേണ്ടത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്ക് അറിവ് നേടുക എന്നുള്ളതല്ല. അറിവ് നേടുക എന്നതിലുപരി മാർക്ക് സ്കോർ ചെയ്യുന്ന മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് പഠനം കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അവിടെ പുതിയ പാഠപുസ്തകങ്ങളിൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ചുകൊണ്ട് മെന്റർമാര് ആ മാറ്റങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത്. പിന്നീട് എല്ലാ ആഴ്ചകളിലും ഏറ്റവും കുറഞ്ഞത് ഒരു 5 OMR പരീക്ഷ എഴുതി മാറണം ഈ ഒരു കാലയളവിൽ. അപ്പോഴേ നിങ്ങളൊരു 5-6 മാസത്തിനുള്ളിൽ ഈ പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ തന്നെ ഇതിലെ കോമ്പറ്റീഷൻ ലെവലിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളിലെ ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികളായിട്ട് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലെ എല്ലാ രീതിയിലും തുടക്കം മുതൽ നിങ്ങൾക്ക് പഠിച്ചു മുമ്പോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LDC ഏർലി ബാച്ച് എന്ന് പറയുന്ന രീതിയിൽ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് തുടക്കം മുതൽ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ചെറിയ കാൽവെപ്പുകളിൽ കൂടി ഈ പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക എന്നുള്ള രീതിയിലാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, 2028 LDC റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ 14 ജില്ലകളിലും കൂടി 1000-ലധികം ഉദ്യോഗാർത്ഥികളെ സർവീസിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷൻ കൂടി ഇത്തവണ 10ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് CCക്കുണ്ട്. അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് തന്നെ അതാണ്. നമ്മൾ ആ റിസൾട്ട് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ആ റിസൾട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനങ്ങളും അതേപോലെ റിസർച്ച് വർക്കുകളും ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ പാഠപുസ്തകത്തിനകത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ വർക്കുകൾ കൊടുത്തു നമ്മൾ കുട്ടികളെ സജ്ജരാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നടന്നു നീങ്ങുക. തീർച്ചയായിട്ടും CC നിങ്ങളെ സഹായിക്കുവാൻ ഒപ്പം ഉണ്ടാകും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് LDC അപേക്ഷിക്കുവാൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷ അപേക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സാധ്യതയാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾക്കുള്ള റിസൾട്ട് തീർച്ചയായിട്ടും 2028 നമ്മുടെ മുമ്പിലേക്ക് വരിക തന്നെ ചെയ്യും. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് സംശയങ്ങൾ എല്ലാം മാറ്റി പുതിയ പുതിയ ബാച്ചുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സുകളിലെ ഒരുമിച്ച് കാണാം, ഒരുമിച്ച് ഏറ്റുമുട്ടാം, ആദ്യ റാങ്കുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാം.